ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിഞ്ചണ്ട കമ്പനിയുടെ ഇസാബിയോൺ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. നമ്മൾ ഇതിനു മുന്നേ കാസ്പോയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കാൽസ്യം ബോറോൺ കോമ്പിനേഷനോട് ഒരു അമിനോ ആസിഡ് കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും നല്ലൊരു കായ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായി വരുന്ന കണ്ടിട്ടുണ്ട്. അതെല്ലാ സസ്യങ്ങളിലും അങ്ങനെയാണ്. നമ്മളിപ്പം ഏലത്തിന് എന്നല്ല പച്ചക്കറികൾക്ക് എല്ലാത്തിനും ഉപയോഗിച്ച് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ബോറോൺ ഉപയോഗിക്കുമ്പോൾ ചെടിയിൽ നല്ല എന്താ പറയുക കായ് പിടിക്കാനുള്ള ടൈപ്പ് പൂക്കൾ ചില സസ്യങ്ങളിൽ ചില പൂക്കൾ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബോറോണിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരളവ് ചെടി കിട്ടിക്കഴിയുമ്പോൾ പെൺപൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് സസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ബോറോൺ പ്ലസ് കാൽസ്യം പ്ലസ് അമിനോ ആസിഡ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പൂക്കളൊക്കെ നല്ല കായായിട്ട് സെറ്റാകാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഏലച്ചെടികൾക്ക് അങ്ങനത്തെ ഇഷ്യൂ ഇല്ലെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലവറിങ് ഉണ്ടാവും. ആ ഫ്ലവറിങ് എല്ലാം നല്ല കായായിട്ട് സെറ്റായി വരുന്നത് കാണുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമിനോ ആസിഡ്സാണ് നമ്മൾ ഇസാബിയോൺ. അതിൽ കമ്പനി അവകാശപ്പെടുന്നത് വേൾഡിൽ ഏറ്റവും പ്യൂറസ്റ്റ് ആൻഡ് തിക്നെസ് ഉള്ള അമിനോ ആസിഡ് ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് ഇത്രയും ക്വാളിറ്റി ഉള്ള അമിനോ ആസിഡ് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി അമിനോ ആസിഡാണ്. അപ്പോൾ ഒത്തിരി കാലമായിട്ട് മാർക്കറ്റിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പം ഇസാബിയോണിൽ അമിനോ ആസിഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. അമിനോ ആസിഡ്സ് ചെടിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മെയിനായിട്ട് കണ്ടുവരുന്ന പ്രവണതകൾ ചെടി നല്ല രീതിയിൽ വേരുപടലം ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വേരുപടലം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ അറിയാം ചെടിയുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നതായിട്ട്. അപ്പം നല്ല രീതിയിലുള്ള വേരുപടലം ഉണ്ടാകുന്നു. അതുകൂടാതെ അതിൻ്റെ കാണ്ടത്തിൻ്റെയും ഇലകളെല്ലാം വളർച്ച കുറച്ചും കൂടെ ത്വരിതപ്പെടുന്നു. ഇത് കൂടാതെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ചെടിക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇലകൾ നല്ല ഷൈനിങ് ആയിട്ട് നല്ല പച്ച കളറിൽ കണ്ടു തുടങ്ങുന്നു. നല്ല കരിമ്പച്ച കളറിലോട്ട് മാറിയ ഇലകൾ. ഇത് കൂടാതെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമിനോ ആസിഡ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെടിയിൽ ക്ലോറോഫിലിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടിയിട്ട് ഫോട്ടോസിന്തസിൻ്റെ വേഗതയും കൂടും, ഫോട്ടോസിന്തസിൻ്റെ അളവും കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചെടി മണ്ണിൽ നിന്ന് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയും നല്ല രീതിയിലുള്ള ഫോട്ടോസിന്തസിസ് നടന്ന ചെടിയുടെ എല്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും ത്വരിതപ്പെടും. അത് വേഗത്തിലാകും. ചിമ്പടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങൾ വേഗത്തിലാകും. പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വേഗത്തിലാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും കായ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അപ്റ്റേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ചെടിയുടെ ആകമൊത്തമുള്ള വളർച്ച നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തും. അപ്പം അങ്ങനെയാണ് നമുക്ക് കണ്ടുവരുന്നത്. ഈ അമിനോ ആസിഡ് നമ്മുടെ ഭൂമിയിൽ നോക്കി കഴിഞ്ഞാൽ 500-ൽ പരം വകഭേദങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൽ നമ്മളൊരു 22 വകഭേദങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ അമിനോ ആസിഡ്സിലെല്ലാം അടങ്ങിയിട്ടുണ്ടാവും ഈ പല ഗണത്തിൽപ്പെടുന്ന അമിനോ ആസിഡുകൾ. അപ്പോൾ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിൽ ഈ അമിനോ ആസിഡ്സ് കാർബോക്സിലിക് ഗണം എന്ന് പറയുന്ന ഒരു ആസിഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു കോമ്പിനേഷനാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ള കാർബോക്സിലിക് ഗ്രൂപ്പിൽ പെടുന്ന ആസിഡുകൾ ചെടിക്ക് കൊടുത്തുമ്പോൾ ചെടിക്ക് നല്ലൊരു വളർച്ചയും. അതേപോലെ തന്നെ ഈ അമിനോ ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം തണ്ടുവരപ്പം മരുന്നുകൾ അല്ലെങ്കിൽ ഏത് തരം ഫോളിയാറുകൾ അത്യാവശ്യം ചില ഫംഗിസൈഡുകൾ ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതെന്നെ നാച്ചുറൽ പ്രോഡക്റ്റാണ്. മറ്റ് കെമിക്കൽ കോമ്പിനേഷൻ ഒന്നുമില്ല, ബയോസ്റ്റിമുലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചിലതരം ഫംഗിസൈഡുകളുടെ കൂടെ നമുക്ക് കൂട്ടി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കട്ടി കൂടിയ ഫംഗിസൈഡുകൾ നല്ല വേനൽക്കാലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു അറസ്റ്റ് ഉണ്ടാകും. ഈ അറസ്റ്റിൽ നിന്ന് ചെടി ഒന്ന് റിക്കവർ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ കട്ടി കൂടിയ ഫംഗിസൈഡുകൾ കൊടുക്കുമ്പോൾ സീവീഡ് അമിനോസ് പോലുള്ള നാച്ചുറൽ ബയോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് നാച്ചുറൽ ബയോ പ്രോഡക്റ്റാണെന്ന സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. അത് നല്ല മറ്റ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അതായത് ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് 12,500 രൂപ MRP ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1,100 രൂപ റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. പിന്നെ ഈ അമിനോ ആസിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അഴുകലുള്ള തോട്ടങ്ങളിൽ, ഇപ്പോൾ ഏത് തോട്ടങ്ങളിലും അഴുകൽ കാണും. അഴുകലിൻ്റെ സിംറ്റംസ് കണ്ടു നിൽക്കുന്ന സമയങ്ങളിൽ ഈ അമിനോ ആസിഡ്സിൻ്റെ ഉപയോഗം നമ്മൾ കുറച്ച് വെക്കുക. എന്ന് വെച്ചാൽ അത് ഏത് അവസ്ഥയാണോ ആ അവസ്ഥേനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് അഴുകലിനെ നമ്മൾ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഴുകലില്ലാത്ത സമയങ്ങൾ നോക്കി അമിനോ ആസിഡ്സൊക്കെ ഉപയോഗിക്കുക. സീസണിൻ്റെ ആദ്യവാരങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അമിനോ ആസിഡ്സ്. നല്ല രീതിയിലുള്ള ഫ്ലവറിങ് ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താണ്. നല്ല തിക്കായിട്ടുള്ള സൊല്യൂഷനാണ്, നല്ല കറുപ്പ് കളറാണ്, നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പം ഇസാബിയോണിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്റർ 400 മില്ലി വരെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കൊരു 400 രൂപ ബാരൽ കോസ്റ്റ് ആകുന്നുണ്ട് അമിനോസ് ഉപയോഗിക്കുമ്പോൾ. ഈ ഇസാബിയോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നല്ല രീതിയിലുള്ള ഫ്ലവറിങ്, ചെടിക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച, ഇതുകൂടാതെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്, നമ്മുടെ കായ്കൾ നല്ല ബോൾട്ടുള്ളതും നല്ല ഷേപ്പ് ഉള്ളതൊക്കെ നല്ല പേഴ്സണാലിറ്റി ഉള്ള കായകൾ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അമിനോ ആസിഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്വാളിറ്റി ഉള്ള അമിനോ ആസിഡ്സ് മേടിക്കുക. ഇല്ലാത്ത പക്ഷം നമ്മുടെ ചെടികളിലെ ഫംഗസ് രോഗങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ടാകാൻ സാധ്യതയുണ്ട്.
ഇതൊരു ബയോസ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫംഗസ് രോഗങ്ങൾ പ്രൊമോട്ട് ആകാൻ കാരണം. ഇപ്പോൾ ക്വാളിറ്റി ഉള്ള അമിനോ ആസിഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഴുകലുള്ള സമയങ്ങളിൽ എത്ര ക്വാളിറ്റി ഉള്ള അമിനോ ആസിഡ്സ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ അഴുകലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു അനുയോജ്യമായ കാലാവസ്ഥ കിട്ടുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്ക് സീസൺ ആദ്യ വാരങ്ങളിൽ അതുപോലെ നവംബർ ഡിസംബർ സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല പ്രോഡക്റ്റാണ് അമിനോ ആസിഡ്സ്. നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.